I am Ennemcien. Some silly questions from Wave Optics. First one. What is the phase difference between the 5th and 15th bright fringes in an interference pattern formed by 4000 angstrom unit light? നമുക്കറിയാം എന്ത് ഫ്രിഞ്ചിലേക്ക് ഉള്ള പാത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം ബ്രൈറ്റ് ഫ്രിഞ്ച്. അപ്പോൾ 5th ഫ്രിഞ്ച് എന്ന് പറയുമ്പോൾ 5 ലാംഡ, 15th ഫ്രിഞ്ച് എന്ന് പറയുമ്പോൾ 15 ലാംഡ. എങ്കിൽ അത് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് 15 ലാംഡ മൈനസ് 5 ലാംഡ. സോ ഡെൽറ്റ path difference between the 15th fringe and 5th fringe, delta equals 15 lambda minus 5 lambda, that is 10 lambda. Engil phase difference phi equals 2 pi by lambda into delta, that is 2 pi by lambda into 10 lambda. Lambda would go giving 20 pi radian. That is the phase difference. Interference ഒക്കെ നേരത്തെ എടുത്തതാ, അത് പോസ്റ്റിങ് സബ്സ്ക്രൈബ് ചെയ്ത് കാട്ടാൽ നിങ്ങൾക്ക് കൊള്ളാം. Another one. In a double slit interference experiment, light intensity from each slit is I0. What is the intensity of a bright fringe? What is the average intensity of the interference pattern? Interference patternile interference fringesinte intensity-ക്കുള്ള ഫോർമുല I equals 4I0 cos square phi by 2. I0 എന്ന് പറഞ്ഞാൽ ഒരു സോഴ്സിൽ നിന്ന് വരുന്ന ഇൻറ്റൻസിറ്റി, phi is the phase difference between the two interfering beams. അപ്പോൾ ഐ ബ്രൈറ്റ് എന്ന് പറയുമ്പോൾ ഐ മാക്സിമം എന്ന് പറയുമ്പോൾ ഈ 4I0 കോസ് അങ്ങ് 1 ആയാൽ മതിയല്ലോ. സോ ഐ മാക്സിമം അല്ലെ ഇൻറ്റൻസിറ്റി ഓഫ് എ ബ്രൈറ്റ് ഫ്രിഞ്ച് ഈസ് 4I0. അപ്പോൾ ഒരു ആൻസറായി. ഈ ഇൻറ്റൻസിറ്റി ഓഫ് ഡാർക്ക് ഫ്രിഞ്ച് എന്ന് പറയുമ്പോൾ കോസ് ഫാക്ടർ അങ്ങ് 0 ആകും. അപ്പോൾ ഐ ഈക്വൽ 0. എങ്കിൽ average intensity of the interference pattern is 4I0 plus 0 divided by 2, that is 2I0. That is the average intensity of the pattern. Another one. In a double slit experiment, in a double slit interference experiment, the two slits send out incoherent waves, each of intensity I0. Then coherent waves, each of intensity I0, are used. What is the ratio of average intensities in the two cases? ഇൻകൊഹിയറൻ്റ് സോഴ്സസ് ആണെങ്കിൽ I0 ഇൻറ്റൻസിറ്റി ഉള്ള ഓരോ സോഴ്സ് അത് രണ്ടും ഇൻകൊഹിയറൻ്റാണ് പരസ്പരം. അങ്ങനെയെങ്കിൽ ഇൻ്റർഫറൻസ് ഉണ്ടാവില്ല, പാറ്റേൺ കിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഇൻറ്റൻസിറ്റി അതിൻ്റെ സമ്മായിട്ടേ വരത്തുള്ളൂ. യൂണിഫോം ഇല്യൂമിനേഷൻ കാണാം. ദാറ്റ് ഇൻറ്റൻസിറ്റി വിൽ ബി 2I0. ആ ടോട്ടൽ ഇൻറ്റൻസിറ്റിയാണ് തന്നെയാണ് ആവറേജ്. അപ്പോൾ ഇൻകൊഹിയറൻറ്റ് സോഴ്സസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആവറേജ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ അത് രണ്ടിൻ്റെയും കൂടെ സമ തന്നെയാണ്. വേറെ അവിടെ മിനിമം മാക്സിമം ഒന്നും ഇല്ലല്ലോ. ഇപ്പോൾ 2I0 ആണ് ആവറേജ് ഇൻറ്റൻസിറ്റി. കൊഹിയറൻറ്റ് സോഴ്സസ് ഉപയോഗിക്കുമ്പോൾ മുമ്പത്തെ പ്രോബ്ലത്തിൽ കണ്ടു 4I0 plus 0 by 2, that is 2I0. അപ്പോൾ ഇൻകൊഹിയറൻ്റ് ആണെങ്കിൽ average intensity is equal to total intensity equals I0 plus I0, that is 2I0. Coherent sources ആണെങ്കിൽ 4I0 plus 0 by 2, that is average, or 2I0. Therefore ratio between the two
is 2I0 by 2I0 or 1:1. That's the answer. Another one. Intensity of plain polarized light is half the intensity of ordinary light. How do you explain this? നമുക്കറിയാം പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുമ്പോൾ, ഓർഡിനറി ലൈറ്റ് എന്ന് പറയുമ്പോൾ ഓർഡിനറി ലൈറ്റ് ഈ ഡയറക്ഷനിൽ, ഈ പെൻസിലിൻ്റെ ഡയറക്ഷനിൽ ഇങ്ങോട്ട് പോകുന്നെങ്കിൽ ഇതിലെ ലൈറ്റ് ഇലക്ട്രിക് വൈബ്രേഷൻസ് പല ഡയറക്ഷനിലുണ്ട്. ഇങ്ങനെയുള്ള വൈബ്രേഷനുണ്ട്, ഇങ്ങനെയുള്ള വൈബ്രേഷനുണ്ട്, ഇങ്ങനെ ചരിഞ്ഞുള്ള വൈബ്രേഷനുണ്ട്, ഇങ്ങനെയുള്ള വൈബ്രേഷനുണ്ട്. അപ്പോൾ അത് ഫ്രണ്ടിൽ നോക്കിക്കഴിയുമ്പോൾ ഉള്ള ഫിഗറാണ് ഇത്. ഈ ഓർഡിനറി ലൈറ്റിലെ വൈബ്രേഷൻസിനെ കാണിച്ചിരിക്കുന്ന ഫിഗറായത്. പല ഡയറക്ഷനിൽ വൈബ്രേഷൻസ് ഉണ്ട്. ഇതിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് I0. ഈ വൈബ്രേഷൻസിനെ എല്ലാം നമുക്ക് രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ് റിസോൾവ് ചെയ്തെടുക്കാം. കോസ് കമ്പോണൻറ്റ്, സൈൻ കമ്പോണൻറ്റും. അപ്പോൾ ഇതിനെല്ലാം റിസോൾവ് ചെയ്ത് ഒരു കൂട്ടം കമ്പോണൻസ് ഈ വൈ ആക്സിസിൽ വരും, മറ്റേ കമ്പോണൻസ് എല്ലാം കൂടെ എക്സിൽ വരും. അപ്പോൾ നമ്മൾ പിടിക്കുന്ന പോളറോയിഡിൽ, ഇത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ലൈനിലെ വൈബ്രേഷനെ പുറത്ത് വരുന്നുള്ളൂ. ഇത് രണ്ടും കൂടെ ചേർന്ന ഇപ്പോൾ ടോട്ടൽ. ആ ടോട്ടൽ ഫലത്തിൽ രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഈ ഡയറക്ഷനിലുള്ള വൈബ്രേഷൻ പുറത്ത് വരും, അല്ലെ ഈ ഡയറക്ഷനിലുള്ള വൈബ്രേഷനാണ് പുറത്ത് വരുന്നത്. ഇതാകെ വൈബ്രേഷൻ്റെ ഹാഫേ വരുന്നുള്ളൂ. ദറ്റ്സ് ഓൾ. ഇതിപ്പോൾ ഇങ്ങനെ അതിന് പെർപെൻഡിക്കുലർ എടുത്താലും എല്ലാം സെയിം തന്നെ. അപ്പോൾ ഈ ഗിവൺ വൈബ്രേഷൻസിനെ, ഓർഡിനറി ലൈറ്റിലെ വൈബ്രേഷൻസിനെ നമുക്ക് രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ് റിസോൾവ് ചെയ്യാം. അതിലൊരു സെറ്റ് മാത്രമേ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിലോട്ട് വരുന്നുള്ളൂ. that will give you half the intensity of the unpolarized light. So in an unpolarized light there are vibrations perpendicular to direction of propagation in various directions, and that these vibrations give the total intensity of the ordinary light. These vibrations can be resolved in two mutually perpendicular directions, and the Polaroid passes only one of them, so that gives half the intensity of the unpolarized light. That is the answer. Another one. Unpolarized light falls on two polarizing sheets placed one above the other. What must be the angle between the pass axes of the sheets if the intensity of the transmitted light is 1/3 the intensity of the incident beam? ഇത് രണ്ട് പോളറോയിഡ് ഫിലിംസാണ്, S1 S2. ഇവിടുന്ന് ഓർഡിനറി ലൈറ്റ് വരുന്നുണ്ട്, അതിൻ്റെ ഇൻറ്റൻസിറ്റി IS. ഇതിൽ കൂടെ കടന്നു വരുമ്പോൾ ഇത് പ്ലെയിൻ പോളറൈസ്ഡ് ആവും. അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇപ്പോൾ നമ്മൾ കണ്ടത് I0 = IS/2. ഇതിവിടുന്ന് ഇങ്ങോട്ട് കടന്നു വരുന്നത് ഇതിൻ്റെയും പാസ് ആക്സിസ് തമ്മിലുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ മാലസ് ലോ അനുസരിച്ച് ഈ രണ്ടാമത്തെ പോളറോയിഡിൽ നിന്ന് പുറത്ത് വരുന്ന ഇൻറ്റൻസിറ്റി I = ഈ ഇൻറ്റൻസിറ്റി I0 × cos² theta, where theta is the angle between the two pass axes. I0 is IS/2, so I = IS/2 cos² theta. ഈ I തന്നിട്ടുണ്ട്. I എന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ 1/3 ഇൻറ്റൻസിറ്റി ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ I is IS/3.
അതിലൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ IS/3 ഈക്വൽസ് IS/2 ഇൻറ്റു cos square theta, or cos square theta is 2/3 അല്ലേ? 2/3, or cos theta is root of 2/3, or theta is cos inverse root of 2/3. That's the answer. Another one. In a double slit experiment of interference, distance between the slits is 5 millimeter and slits are 1 meter from the screen. Two patterns could be seen on the screen. One due to lambda equals 4,800 angstrom unit and the other 6,000 angstrom unit. What is the separation on the screen between the third order fringes of the two patterns? നമ്മൾ നേരത്തെ ഇതിൻ്റെ ഡിസ്കഷനകത്തൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് സ്ക്രീനിലെ സെൻട്രൽ ഫ്രിഞ്ച് ഫോം ചെയ്യുന്ന സ്ഥാനമായത്. ഇതെന്തു ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ പൊസിഷനാണ് എങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം കാണാനൊരു ഫോർമുല ഉണ്ട്. XN ഈക്വൽസ് N ലാംഡ D/D. ഇവിടെ ഇപ്പോൾ N ഈക്വൽസ് 3 ലാംഡ 1ൻ്റെയും ലാംഡ 2ൻ്റെയും തേർഡ് ഫ്രിഞ്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിത്ത് N ഈക്വൽസ് 3 ഫോർ ലാംഡ 1 ഈക്വൽസ് എങ്ങനെ എഴുതാം? X1 എന്നിരിക്കട്ടെ, X1 ഈക്വൽസ് 3 ലാംഡ 1 D/D. വിത്ത് N ഈക്വൽസ് 3 ഫോർ ലാംഡ 2, X2 ഈക്വൽസ് 3 ലാംഡ 2 D/D. എങ്കിൽ അത് തമ്മിലുള്ള അകലം അതിലെ കാണണ്ടേ? X2 മൈനസ് X1, ദിസ് മൈനസ് ദിസ്. അപ്പോൾ 3D/D ഇൻറ്റു ലാംഡ 2 മൈനസ് ലാംഡ 1. വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇറ്റ് ഈസ് 3 ഇൻറ്റു D എന്ന് പറയുന്ന സ്ക്രീനും സ്ലിറ്റ്സും തമ്മിലുള്ള ദൂരം, അത് 1 മീറ്ററും തന്നിട്ടുണ്ട്, 1 മീറ്റർ ബൈ സ്മോൾ d സ്ലിറ്റ്സ് തമ്മിലുള്ള അകലം 5 മില്ലിമീറ്ററാണ്. അപ്പോൾ 5 ഇൻറ്റു 10⁻³ ഇൻറ്റു ലാംഡ 2 മൈനസ് ലാംഡ 1. ലാംഡ 2 is 6,000 ആങ്സ്ട്രം യൂണിറ്റ് മൈനസ് 4,800 ആങ്സ്ട്രം യൂണിറ്റ്. അതിനെ മീറ്റർ ആക്കുമ്പോൾ മൊത്തം ഇവിടെ 10⁻10 ഇട്ട് കൊടുത്താൽ മതി. ഇത് സിംപ്ലിഫൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0.072 മില്ലിമീറ്റർ എന്ന് വരും. അടുത്ത, can you produce interference using two separate monochromatic sources of light? Answer is no. Light coming from two separate monochromatic sources will not be coherent. ഈ ആറ്റങ്ങളുടെ ട്രാൻസിഷൻസ് കൊണ്ടൊക്കെ ആണല്ലോ ലൈറ്റ് പുറത്ത് വരുന്നത്. അപ്പോൾ ഒരു സോഴ്സിലെ ആറ്റങ്ങളുടെ ചിട്ടയായിരിക്കില്ല മറ്റേ സോഴ്സിൽ. അപ്പോൾ ഇവർ തമ്മിൽ ഒരു ഫേസ് റിലേഷൻഷിപ്പും ഉണ്ടാവില്ല. സോ ദി two separate sources will not give coherent waves. For that reason, we cannot produce sustained well-defined interference pattern. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഒന്നുകിൽ ഈ വരുന്ന സോഴ്സിനെ രണ്ടായിട്ട്, ഒരു സോഴ്സിൽ നിന്നും വരുന്ന ലൈറ്റിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അതാണ് ഡബിൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതല്ല എങ്കിൽ ഒന്നിൻ്റെ ഒരു സോഴ്സിൻ്റെ റിഫ്ലക്റ്റഡ് ഇമേജും ആ സോഴ്സും കൂടി ഉപയോഗിക്കണം. അപ്പോൾ ഈ സോഴ്സിൽ എന്ത് ചേഞ്ച് ഉണ്ടായാലും അതിൻ്റെ ഇമേജിലും അതേ ചേഞ്ച് ഉണ്ടാവും. നമ്മൾ കണ്ണാടി നോക്കി ഗോഗറി കാണിച്ചാൽ നമ്മൾ കാണിക്കുന്ന അതേ ഗോഗറി കണ്ണാടിക്കകത്തും കാണാമല്ലോ. അപ്പോൾ ഈ ഡയറക്റ്റ് റിയൽ സോഴ്സ് കാണിക്കുന്ന എല്ലാ പോക്കൃത്തരവും ഈ ഇമേജും കാണിക്കും എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ പെർഫെക്റ്റ് ഫേസ് മാച്ചിങ് ഉണ്ട്. അപ്പോൾ ഇൻ്റർഫറൻസ് നല്ല പാറ്റേൺ കിട്ടണമെങ്കിൽ ഒരു സോഴ്സിൽ നിന്നും വരുന്ന വേവ്സ് നമ്മൾ തന്നെ ഉപയോഗപ്പെടുത്തണം. ഒന്നുകിൽ അത് ഡിവൈഡ് ചെയ്തെടുക്കുക, അതല്ലെങ്കിൽ ആ സോഴ്സും അതിൻ്റെ റിഫ്ലക്റ്റഡ് ഇമേജോ റിഫ്രാക്റ്റഡ് ഇമേജോ ഉണ്ടാക്കിയിട്ട് അതും ഈ റിയൽ സോഴ്സും തമ്മിലുള്ള വേവ്സ്, അതിൽ നിന്നും വരുന്ന വേവ്സ് തമ്മിൽ ഇൻ്റർഫിയർ ചെയ്യിക്കാം. അപ്പോൾ നല്ല ഫ്രിഞ്ചസ് കിട്ടും. താങ്ക് യു.